Now we shall discuss the ഇൻഷുറൻസ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയുടെ വളർച്ച. നമ്മൾ ഇന്ത്യയിലെ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 1956 ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ഇന്ത്യയിൽ നമുക്ക് ഔദ്യോഗികമായിട്ട് ഇൻഷുറൻസ് ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന കമ്പനിയാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1956. അപ്പം അതിനുശേഷം GIC 1971 വന്നു. GICയും അതിൻ്റെ 4 സബ്സിഡിയറി കമ്പനികളും. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സും ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷനും അതിൻ്റെ 4 സബ്സിഡിയറി കമ്പനികളും ജനറൽ ഇൻഷുറൻസ് ബിസിനസ്സും ഇന്ത്യയിൽ നടത്തിപ്പോരുകയായിരുന്നു. 1991 ഇന്ത്യയിൽ എക്കണോമിക് റിഫോംസ് ആരംഭിച്ചു. അതിനുശേഷം 1993 മൽഹോത്ര കമ്മിറ്റി നിയമിക്കപ്പെട്ടു. അതിൻ്റെ റെക്കമെൻഡേഷൻസ് വന്നു. 2000 ആയതോടുകൂടി ഇൻഷുറൻസ് സെക്ടർ പ്രൈവറ്റ് പ്ലെയേഴ്സിനും തുറന്നു കൊടുക്കപ്പെട്ടു. ഇതാണ് നമ്മളൊരു ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് വരുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയെക്കുറിച്ച് നമ്മൾ ജനറലി ഒന്ന് പഠിക്കുകയാണെങ്കിൽ IRDAയുടെ 2015-16 റിപ്പോർട്ട് പ്രകാരം IRDA ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, IRDA ആണ് അറ്റ് പ്രസൻറ്റ് ഇന്ത്യയിലെ ബിസിനസ് സെക്ടറിൻ്റെ റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. ഇപ്പം രജിസ്ട്രേഷൻ തൊട്ട് ഇതിൻ്റെ എല്ലാ സൂപ്പർവിഷനും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന IRDA ആണ്. അപ്പം IRDAയുടെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ 2015-16 റിപ്പോർട്ട് പ്രകാരം there are 54 ഇൻഷുറേഴ്സ് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ. 2015-16 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ 54 ഇൻഷുറൻസ് കമ്പനികളാണ് വർക്ക് ചെയ്യുന്നത്. 54. ഇപ്പം 2000 വരെയൊക്കെ ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്ന ലൈഫ് ഇൻഷുറൻസ് രംഗത്താണെങ്കിൽ LICയും, ജനറൽ ഇൻഷുറൻസ് ബിസിനസ് ആണെങ്കിൽ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷനും അതിൻ്റെ 4 സബ്സിഡിയറി കമ്പനികളും. 2000 ആരംഭിച്ച റിഫോംസ് 2015-16 ആയപ്പോഴേക്കും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുടെ എണ്ണം ഈ പറയുന്ന 6 നിന്നും 54 ഉയർത്തി. ഈ 54 കമ്പനികൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇതിൽ 46 കമ്പനികൾ പ്രൈവറ്റ് സെക്ടർ കമ്പനികളാണ്. പ്രൈവറ്റ് സെക്ടറിലാണ് 46 കമ്പനികൾ. ബാക്കി വരുന്ന 8 കമ്പനികളാണ് പബ്ലിക് സെക്ടറിലുള്ളത്. 54 കമ്പനികളിൽ 46 എണ്ണം പ്രൈവറ്റ് സെക്ടറിലും ബാക്കി വരുന്ന 8 എണ്ണം. 8 കമ്പനികളിൽ തന്നെ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് ചെയ്യുന്ന ആരാ? LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. പിന്നീട് 2 സ്പെഷ്യലൈസ്ഡ് ഇൻഷുറൻസ് ഏജൻസികളുണ്ട്. 2 സ്പെഷ്യലൈസ്ഡ് ഇൻഷുറേഴ്സ്, namely എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇത് 2 സ്പെഷ്യലൈസ്ഡ് ഇൻഷുറൻസ് കമ്പനികളാണ്. ഇതിനു പുറമെ ജനറൽ ഇൻഷുറൻസ് കമ്പനി GICയും അതിൻ്റെ 4 സബ്സിഡിയറി കമ്പനികളും. അപ്പം ഇങ്ങനെയാണ് ഈ പറയുന്ന 8 കമ്പനികളിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് പബ്ലിക് സെക്ടറിലുള്ളതാണ്. അപ്പം അറ്റ് പ്രസൻറ്റ് നമ്മൾ നിലവിൽ 2015-16 സ്ഥിതി വെച്ച് നോക്കിയാൽ ഇന്ത്യയിൽ എത്രയാണ്? ടോട്ടൽ 54 ഇൻഷുറേഴ്സാണുള്ളത്. അതിൽ 46 പ്രൈവറ്റ് സെക്ടർ കമ്പനികളും, ഈ 46 പ്രൈവറ്റ് സെക്ടർ കമ്പനികളിൽ തന്നെ 23 കമ്പനികൾ കൃത്യമായിട്ടും ലൈഫ് ഇൻഷുറൻസ് സെക്ടറിൽ പ്രവർത്തിക്കുന്നവയാണ്. ബാക്കി 18 കമ്പനികൾ ജനറൽ ഇൻഷുറൻസിലും 5 കമ്പനികൾ ഹെൽത്ത് സെക്ടറിലുമാണ് പ്രവർത്തിക്കുന്നത്. നമ്മളൊരു ജനറൽ ഔട്ട്ലുക്ക് ഇതാണ് വരുന്നത്. ദെൻ ഈ 24-54 നമ്മൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ 24 കമ്പനികൾ ലൈഫ് ഇൻഷുറൻസും 24 ജനറൽ ഇൻഷുറൻസും 5 എണ്ണം ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുമാണ്. ഇത്രയും നമ്മളൊരു ഓവറോൾ ഐഡിയ ആയിട്ട് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ അറ്റ് പ്രസൻറ്റ് നമ്മൾ ഇൻഷുറൻസ് കമ്പനികളുടെ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയുടെ ഒരു ഓവറോൾ പിക്ചറാണിത്. ഇനി ഇന്ത്യ ഈസ് റാങ്ക് 10th among the 88 കൺട്രീസ്. അപ്പം ഇന്ത്യയുടെ 88 രാജ്യങ്ങളിലെ ഇൻഷുറൻസ് ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്താൽ ഇന്ത്യയുടെ പ്രസൻറ്റ് പൊസിഷൻ 10ാമത്തേതാണ്.
ഈ 10ാമത്തെ പൊസിഷൻ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു സംവാട്ട് 4.7 lakh crores ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികൾ പ്രീമിയമായിട്ട് കളക്ട് ചെയ്യുന്ന 4.7 ലക്ഷം കോടി ആണ് പ്രീമിയം. സോ ഇന്ത്യൻ ഇൻഷുറൻസ് ബിസിനസ് കളക്ട് അറൗണ്ട് 4.7 lakhs crores ആസ് പ്രീമിയം ഇൻ ആൻ ഇയർ. ഇത് ജനറലായിട്ട് നമ്മൾ ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ, നമ്പർ 1 ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1956. ഇത് പൂർണ്ണമായിട്ടും ഗവൺമെൻറ് ഓണർഷിപ്പിലുള്ളൊരു പബ്ലിക് കമ്പനിയാണ്, പബ്ലിക് കോർപ്പറേഷനാണ്. ഇനി അതിന് പുറമെ മറ്റു കുറേയേറെ കമ്പനികളുണ്ട് പ്രൈവറ്റ് സെക്ടറിൽ. നമ്മളത് നോക്കിയാൽ ICICI പ്രൂഡൻഷ്യൽ ലൈഫ്, ദെൻ SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ബജാജ് അലയൻസ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ബിർള സൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ദെൻ ടാറ്റ, ALG, HDFC, റിലയൻസ്, ഓം മഹീന്ദ്ര, കൊട്ടക് മഹീന്ദ്ര, ഇങ്ങനെ ഒരു 10-15-16 കമ്പനികൾ അത് ഒരു മേജർ പ്ലെയേഴ്സായിട്ട് ലൈഫ് ഇൻഷുറൻസ് സെക്ടറിലുണ്ട്. ഇനി നമ്മൾ ഇൻഷുറൻസ് സെക്ടറിലെ റിഫോംസിനെ കുറിച്ച്, മേജർ റിഫോംസ് ഇൻ ഇൻഷുറൻസ് സെക്ടർ. ദി റിഫോംസ് ആരംഭിക്കുന്ന 1991. ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ഇൻ ഇന്ത്യ വാസ് സ്റ്റാർട്ടഡ് ഇൻ ദി ഇയർ 1991. Then in 1993, Malhotra Committee headed by the former Finance Secretary and RBI Governor R.N. Malhotra കമ്മിറ്റിയുടെ ചീഫായിരുന്നു ഫോർമർ ഫിനാൻസ് സെക്രട്ടറി RBI R.N. മൽഹോത്ര. ഈ മൽഹോത്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് ഇന്ത്യയിലെ ഫിനാൻസ് സെക്ടറിലുള്ള എല്ലാ റിഫോംസിൻ്റെയും അടിസ്ഥാനമായിട്ട് കണക്കാക്കുന്നത്. മൽഹോത്ര കമ്മിറ്റി ഓപ്പണിംഗ് അപ്പ് ഓഫ് ദി ഇൻഷുറൻസ് സെക്ടർ പ്രധാനമായിട്ട് റെക്കമെൻഡ് ചെയ്തു. ഇപ്പം ഫിനാൻഷ്യൽ സെക്ടർ പൂർണ്ണമായിട്ടും ഓപ്പൺ ചെയ്യുക, ബോത്ത് ഫോർ ദി ഡൊമസ്റ്റിക് പ്രൈവറ്റ് പ്ലെയേഴ്സ് ആൻഡ് ഫോറിൻ പ്രൈവറ്റ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ കമ്പനീസ്. അപ്പം അതോടുകൂടി വിദേശങ്ങളിലെ ഇൻഷുറൻസ് കമ്പനികൾക്ക്, വിദേശങ്ങളിലെ ബാങ്കുകൾക്ക് ഇന്ത്യൻ ബാങ്കുകളുമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനികളുമായിട്ടോ കൊളാബറേഷൻ നടത്തി ഇന്ത്യയിൽ ബാങ്കിങ് ബിസിനസ്സും ഇൻഷുറൻസ് ബിസിനസ്സും ചെയ്യാം. ഇപ്പം വിദേശത്തുള്ള ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇന്ത്യയിൽ ഇൻഷുറൻസ് ബിസിനസ്സിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ കമ്പനിയുമായിട്ടൊരു കൊളാബറേഷനിൽ ഏർപ്പെടണം. വിദേശത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിദേശത്തെ അതിൻ്റെ ബ്രാഞ്ചുകളായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് എല്ലാ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെയും ഒരു ലോക്കൽ നെയിമും കൂടി കാണും, ബജാജ് അലയൻസ്. അലയൻസ് ഇൻ്റർനാഷണൽ ഇന്ത്യയിൽ ബജാജുമായിട്ട് ഒരു കൊളാബറേഷനിൽ ഏർപ്പെട്ട് ആരംഭിച്ച ഒരു ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പം വിദേശ കമ്പനികൾ ഇന്ത്യയിൽ വന്ന് ഇൻഷുറൻസ് ബിസിനസ് പ്രവർത്തിക്കുമ്പോൾ ഒരു ഇന്ത്യൻ കമ്പനിയുമായിട്ട് അവർക്ക് കൊളാബറേഷൻ വേണം. ഇനി ഈ മൽഹോത്ര കമ്മിറ്റി 1994 അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു റിഗാർഡിംഗ് ദി ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്. നമ്മളതിൻ്റെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. The government stake in government-owned insurance companies to be brought down to 50%. ഇപ്പം എന്താ പറഞ്ഞത്? ഗവൺമെൻറ് ഓൺഡ് ഇൻഷുറൻസ് കമ്പനികളുടെ ഗവൺമെൻറ്റിൻ്റെ ഷെയർ 50% കുറച്ച് കൊണ്ടുവരിക. അപ്പം ബാക്കി 50% പ്രൈവറ്റ് പ്ലെയേഴ്സിന് വിറ്റേക്കുക. ഒരു 50-50 പാർട്ട്ണർഷിപ്പിലേക്ക് മാറുക. ദെൻ ടേക്ക് ഓവർ ഓഫ് ഹോൾഡിംഗ്സ് ഓഫ് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ആൻഡ് ഇറ്റ് സബ്സിഡിയറീസ് സോ ദാറ്റ് these subsidiaries can act as independent corporations. ഇപ്പം GICയും 4 സബ്സിഡിയറീസും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സബ്സിഡിയറീസിനെ മാറ്റി സബ്സിഡിയറീസിന് പൂർണ്ണമായിട്ടും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാവുന്ന ഇൻഷുറൻസ് കമ്പനികളാക്കി മാറ്റുക. allowing private companies with a minimum paid up capital of Indian national rupee 1 billion to enter this sector. ഇപ്പം പ്രൈവറ്റ് പ്ലെയേഴ്സിന് അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളെ ഇൻഷുറൻസ് സെക്ടറിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുക, പ്രൊവൈഡഡ് ദേ ആർ ഹാവിങ് എ ക്യാപിറ്റൽ ഓഫ് 1 billion പെയ്ഡ് അപ്പ് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യൻ റുപ്പീസ് 1 billion. അപ്പം 1 billion പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള ഇന്ത്യൻ കമ്പനികളെ ഇൻഷുറൻസ് സെക്ടറിലേക്കും കൂടെ അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനായിട്ട് അനുവദിക്കുക. ഇതെല്ലാം മൽഹോത്ര കമ്പനിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസാണ്. ദെൻ നോ കമ്പനി ഷുഡ് ഡീൽ
ബോത്ത് ഇൻ ദി ലൈഫ് ആൻഡ് ജനറൽ ഇൻഷുറൻസ് സെക്ടർ. അപ്പം ഈ പ്രൈവറ്റ് കമ്പനികൾ ഇൻഷുറൻസ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ ഒരു കമ്പനിയെ ലൈഫ് ഇൻഷുറൻസും പ്രൈവറ്റ് ഇൻഷുറൻസ് ബിസിനസ്സും ചെയ്യാൻ ഒരേ കമ്പനിയെ തന്നെ, എന്താ, ഒരു ലൈഫ് ഇൻഷുറൻസിന് ഒരൊറ്റ കമ്പനി, ഇനി ഇതേ ഓണർഷിപ്പിൽ തന്നെ ജനറൽ ഇൻഷുറൻസ് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയൊരു കമ്പനി ഫോം ചെയ്യണം. ഇപ്പോൾ ഒരേ കമ്പനിക്ക് തന്നെ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സും ജനറൽ ഇൻഷുറൻസ് ബിസിനസ്സും ചെയ്യാനുള്ള അനുവാദം കൊടുക്കാൻ പാടില്ല. ദെൻ foreign company to enter into industry only through collaboration with Indian company. Allow foreign companies to enter into Indian sector only with a collaboration with an Indian company. ഇപ്പോൾ ഇന്ത്യൻ കമ്പനികളുമായിട്ടുള്ള കൊളാബറേഷനിലൂടെ മാത്രമേ ഫോറിൻ കമ്പനികൾക്ക് ഇന്ത്യൻ ഇൻഷുറൻസ് സെക്ടറിൽ എൻ്റർ ചെയ്യാനുള്ള അനുമതി കൊടുക്കാവൂ. Then again, setting up of an independent insurance regulatory body, ഒരു സ്വതന്ത്ര റെഗുലേറ്ററി ബോഡി സെറ്റപ്പ് ചെയ്യുക. ഈ റെക്കമെൻഡേഷൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ IRDA സ്ഥാപിക്കപ്പെടുന്നത്. സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് റെഗുലേറ്ററി അതോറിറ്റി. റെഡ്യൂസ് ദി മാൻഡേറ്ററി ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് LIC ലൈഫ് ഫണ്ട് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ടു 50% ഫ്രം 75%. ഈ റെക്കമെൻഡേഷനൊക്കെ വരുന്നുണ്ട്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന് ഇൻവെസ്റ്റ് ചെയ്യുന്ന അവരുടെ എമൗണ്ട് LICയുടെ ലൈഫ് ഫണ്ടിൽ 75% ഗവൺമെൻറ് സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യണമായിരുന്നു. മൽഹോത്ര കമ്മിറ്റി എന്താ റെക്കമെൻഡേഷൻ കൊടുത്ത്, ഇൻവെസ്റ്റ്മെൻറ്റ് 75-ലും 50%ലേക്ക് മാറ്റുക. ആ ബാലൻസ് വരുന്ന 25% അവർക്ക് പ്രൈവറ്റ് കമ്പനികളിൽ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിലൂടെ എന്താ, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം. Then again, GIs and subsidiaries are not to hold more than 5% in any company. ഇപ്പോൾ മറ്റ് കമ്പനികളിൽ 5% കൂടുതൽ GICയോ അതിൻ്റെ സബ്സിഡിയറീസോ ഹോൾഡ് ചെയ്യാൻ പാടില്ല. ദെൻ എല്ലാ ഓപ്പറേഷൻസും കമ്പ്യൂട്ടറൈസ് ചെയ്യണം. ദെൻ ഇഷ്യൂ ഓഫ് ലോങ് ടൈം യൂണിറ്റ് ലിങ്ക് ഇൻഷുറൻസ് പ്ലാൻസ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷനാണ്. ഇഷ്യൂ ഓഫ് ലോങ് ടൈം യൂണിറ്റ് ലിങ്ക് ഇൻഷുറൻസ് പ്ലാൻ. ഇപ്പോൾ യൂലിപ് പോളിസികളുണ്ട്, യൂണിറ്റ് ലിങ്ക് പോളിസികൾ. നമ്മുടെ പ്രീമിയം അവരെന്താ ചെയ്യുന്നത്, അവർ കമ്പനികളുടെ, ഇന്ത്യയിലെ ലീഡിങ് കമ്പനികളുടെ ഷെയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവരിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പം പല കമ്പനികളുടെ ഷെയർ വാല്യൂ ആവറേജ് ചെയ്ത് ഒരു യൂണിറ്റ് പ്രൈസ് ഉണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഓരോ ഇൻഷുറൻസ് കമ്പനികളും അവർ നമ്മുടെ പ്രീമിയം ഉപയോഗിച്ച് വാങ്ങുന്ന യൂണിറ്റുകൾക്കൊരു സെപ്പറേറ്റ് യൂണിറ്റ് പ്രൈസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഷെയർ മാർക്കറ്റിലെ അപ്സ് ആൻഡ് ഡൗൺസ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കും. അപ്പം ഇത് ചിലപ്പോൾ എന്താ, നമുക്ക് വളരെ നഷ്ടമുണ്ടാക്കാം. ഇനി ഷെയർ മാർക്കറ്റിലൊരു അപ്വേർഡ് ട്രെൻഡാണ്, കാര്യമായ ഒരു പുരോഗതി ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് വളരെ വളരെ വലിയ ലാഭവും ഉണ്ടാക്കാം. അപ്പം ഈ യൂണിറ്റ് ലിങ്ക് പോളിസികൾ മൽഹോത്ര കമ്മിറ്റി റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ആരംഭിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ്, ഇത് മൽഹോത്ര കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസാണ്. ഇനി ഈ റെക്കമെൻഡേഷൻസിനെ അടിസ്ഥാനമാക്കിയാണ്, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദി പ്രപ്പോസൽ ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് റെഗുലേറ്ററി ബോഡി, ദാറ്റ് വാസ് വൺ ഓഫ് ദി മേജർ റെക്കമെൻഡേഷൻസ് ഓഫ് മൽഹോത്ര കമ്മിറ്റി. ഈ റെക്കമെൻഡേഷനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇൻഷുറൻസ് റെഗുലേഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി IRDA വാസ് എസ്റ്റാബ്ലിഷ്ഡ് with the passing of the IRDA Act in 1999. IRDA Act 1919 പ്രകാരം IRDA ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടുന്നത് മൽഹോത്ര കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ഭാഗമായിട്ടാണ്. നമുക്കിനി IRDA കുറിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ IRDA is an autonomous statutory agency. Insurance Regulatory and Development Authority of India is an autonomous statutory agency established in 1999 for regulating and promoting the insurance and reinsurance industries in India. IRDA എന്തിനു വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തു? ഫോർ പ്രൊമോട്ടിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് ദി ഇൻഷുറൻസ് ആൻഡ് റീഇൻഷുറൻസ് ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇൻഷുറൻസ് ബിസിനസ്സും റീഇൻഷുറൻസ് ബിസിനസ്സും റെഗുലേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ഓട്ടോണമസ് ഏജൻസിയാണ് IRDA. IRDA സ്ഥാപിക്കപ്പെടുന്നത് 1999 ദെൻ IRDA is a 10-member body including a chairman. നമ്മൾ ഒരു ചെയർമാൻ ഉൾപ്പെടെ 10 മെമ്പേഴ്സുണ്ട്. 5 ഫുൾ ടൈം മെമ്പേഴ്സും 5 പാർട്ട് ടൈം മെമ്പേഴ്സുമാണ്. ദെൻ
ഗവൺമെൻറ് ഓഫ് ഇന്ത്യ IRDA എസ്റ്റാബ്ലിഷ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട 2 റീസൺസ് ഉണ്ട്. പ്രധാനമായിട്ട് 2 കാരണങ്ങളാണ് IRDAയുടെ സ്ഥാപനത്തിന് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ചത്. 2 റീസൺസ് എന്താണ്? ടു സേഫ് ഗാർഡ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി പോളിസി ഹോൾഡേഴ്സ്, പോളിസി ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. IRDAയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു റീസണാണ് ടു സേഫ് ഗാർഡ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി പോളിസി ഹോൾഡേഴ്സ് ഇൻ ഇന്ത്യ. ദെൻ സെക്കൻഡ്ലി, to upgrade the entire insurance sector and also to eradicate the shortcomings of the insurance industry. ഇപ്പോൾ എല്ലാ എൻ്റർ ഇൻഷുറൻസ് സെക്ടറിനെ പൂർണ്ണമായിട്ടും അപ്ഗ്രേഡ് ചെയ്യുക, അതുപോലെ ഇൻഷുറൻസ് ഇൻഡസ്ട്രിക്കുള്ള എല്ലാ ഷോർട്ട് കംസിനെയും ഇറാഡിക്കേറ്റ് ചെയ്യുക, ഇല്ലാതാക്കുക. ഈ 2 റീസൺസാണ് IRDAയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞത്. നമുക്ക് IRDAയുടെ പ്രധാനപ്പെട്ട സ്കോപ്പ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഓബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓബ്ജക്റ്റീവ്സ് ഓഫ് IRDAയുടെ സ്കോപ്പ് പറഞ്ഞാൽ എന്താ? ടു കൺട്രോൾ, റെഗുലേറ്റ് ആൻഡ് ഡെവലപ്പ് ദി ഇൻഷുറൻസ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. പ്രധാനപ്പെട്ട സ്കോപ്പ് അതാണ്. ഇന്ത്യയിലെ ഇൻഷുറൻസ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അതിൻ്റെ വളർച്ച ഉറപ്പാക്കുക. അപ്പം അതിനാവശ്യമായ നടപടിക്രമങ്ങൾ, ഇപ്പം എന്താ, ഇന്ത്യയിൽ ഒരു ഇൻഷുറൻസ് കമ്പനി പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് IRDA ആണ് രജിസ്ട്രേഷൻ അതോറിറ്റി. അതുപോലെ അതിൻ്റെ മോണിറ്ററിങ്, ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ, ഇതെല്ലാം IRDA ആണ്. IRDA സോൾ അതോറിറ്റി ആയിട്ടാണ് വരുന്നത്. ഇനി IRDAയുടെ പ്രധാനപ്പെട്ട ഓബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദി മെയിൻ ഓബ്ജക്റ്റീവ്സ് ഓഫ് IRDA? അപ്പോൾ IRDA ഓബ്ജക്റ്റീവ്സ് പ്രധാനമായിട്ട് എന്താ? ടു പ്രൊമോട്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി പോളിസി ഹോൾഡേഴ്സ്. പ്രധാനപ്പെട്ട ഒരു ഓബ്ജക്റ്റീവായിട്ട് പറഞ്ഞ അതാണ്. IRDA വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ protecting the interest of the policy holders, interest and rights of the policy holders. Then to promote and ensure the growth and development of insurance industry in India, promote and regulate the growth of insurance industry in India. Then the third objective, to allow the entry of private insurers in the insurance sector. Private പ്ലേയേഴ്സിനെ ഇൻഷുറൻസ് സെക്ടറിൽ അലോ ചെയ്യുക. ഈ അലോ ചെയ്യുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന ഏജൻസിയാണ് IRDA. ദെൻ ടു എലിമിനേറ്റ് ഡിസോണസ്റ്റ് ആൻഡ് അൺഹെൽത്തി കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക. ദെൻ ടു സൂപ്പർവൈസ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഇൻ്റർമീഡിയറീസ് ഇൻ ഇൻഷുറൻസ് സെക്ടർ. എല്ലാ ഇൻ്റർമീഡിയറ്റ്സിനെയും, ഇൻഷുറൻസ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഇൻ്റർമീഡിയറ്റ്സിൻ്റെയും പ്രവർത്തനങ്ങളെ സൂപ്പർവൈസ് ചെയ്യുക. അപ്പോൾ അത് പ്രധാനമായിട്ടും എന്താണ്? ഒരു ഇൻഷുറൻസ് പ്രോഡക്റ്റ് വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ആളുകളെ സഹായിക്കുന്ന കമ്പനികളും അതുപോലെ തന്നെ വ്യക്തികളും ഒക്കെയാണ് ഇൻ്റർമീഡിയറ്റ്സ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ്സിൻ്റെ പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യുക. ടു പ്രൊമോട്ട് ക്ലീൻ ആൻഡ് ഓർഡർലി കണ്ടക്ട് ഓഫ് ഇൻഷുറൻസ് ബിസിനസ്. ഇൻഷുറൻസ് ബിസിനസ്സിനെ പ്രോപ്പറായിട്ട് പ്രൊമോട്ട് ചെയ്യുക, ക്ലീൻ ബിസിനസ്സാക്കി മാറ്റുക. Then to amend the Insurance Act 1938, Life Insurance Corporation Act 1956 and General Business Nationalization Act 1972. GIC നാഷണലൈസ് ചെയ്യുന്നത് 1972ലാണ്. അപ്പോൾ ഈ ആക്ട് എല്ലാം എന്താണ്? അമെൻഡ് ചെയ്യുക. Then to bring transparency and orderly conduct financial markets in India. ഇപ്പോൾ ഇന്ത്യയിലെ എന്താണ്? ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൻ്റെ പ്രവർത്തനങ്ങൾ ട്രാൻസ്പെറൻറ്റും അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ഓർഡറും ഉള്ളതാക്കി മാറ്റുക. ദെൻ ടു ഗ്രാൻഡ് ലൈസൻസ്ഡ് ന്യൂ കമ്പനീസ്. IRDAയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പവറാണ് പുതിയ കമ്പനികൾക്ക് ലൈസൻസ് കൊടുക്കുക, അതിൻ്റെ വർക്കിനെ ലൈസൻസ് കൊടുക്കുക, ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനൊക്കെയുള്ള അധികാരം IRDAയ്ക്കുണ്ട്. ദെൻ അഗെയിൻ ടു പ്രിസ്ക്രൈബ് പ്രൂഡൻഷ്യൽ നോംസ് ടു ഇൻഷുറൻസ് കമ്പനീസ്. ഇപ്പം പ്രൂഡൻഷ്യൽ, വിവേകത്തോടു കൂടിയ നോംസ്, പ്രവർത്തനങ്ങൾക്കൊക്കെ ഇൻഷുറൻസ് കമ്പനികൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എന്താണ്? IRDA എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടപ്പോൾ IRDAയുടെ പ്രധാനപ്പെട്ട ഓബ്ജക്റ്റീവ്സ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി നമുക്ക് IRDAയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. IRDAയ്ക്ക് ഡ്യൂട്ടീസും പവേഴ്സും ഫങ്ഷൻസും ഒക്കെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. IRDA ആക്റ്റിൽ വളരെ ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കതിലെ പ്രധാനപ്പെട്ട റൈറ്റ്സും ഡ്യൂട്ടീസും പവേഴ്സും ഒക്കെ നോക്കാം. ഇഷ്യൂ ടു ആപ്ലിക്കൻസ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. എന്താ? ഇൻഷുറൻസ് ബിസിനസ് ഇന്ത്യയിൽ ആരംഭിക്കുന്നതിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യുക. ഇപ്പോൾ രജിസ്റ്ററിങ് അതോറിറ്റി ഇൻ ദി ഇൻഷുറൻസ് സെക്ടർ ഇസ് IRDA.
Then renew, modify, withdraw, suspend or cancel such registrations. ഇപ്പോൾ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും IRDAയുടെ ഡ്യൂട്ടി ആയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ അധികാരമായിട്ടാണ് വരുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി പോളിസി ഹോൾഡേഴ്സ്, പോളിസി ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക. ഈ IRDA എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ പറഞ്ഞ ഓബ്ജക്റ്റീവ്സ് എല്ലാം തന്നെയാണ് അവർക്ക് റൈറ്റ്സും ഡ്യൂട്ടീസും ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ദെൻ specifying requisite qualifications, code of conduct and practical training for insurance intermediaries and agents. ഇൻഷുറൻസ് ഇൻ്റർമീഡിയറീസിനെയും ഏജൻസിനെയും ഒക്കെ സെലക്ട് ചെയ്യുന്നു, അവർക്ക് ആവശ്യമായ ട്രെയിനിങ്ങും ഗൈഡൻസും ഒക്കെ കൊടുക്കുന്ന IRDA ആണ്. ഇപ്പം നമുക്ക് ഒരാൾക്ക് ആർക്കെങ്കിലും ഒരു ഇൻഷുറൻസ് ഏജൻ്റായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ IRDA കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം പാസ്സാകണം. IRDAയുടെ ആ എക്സാം പാസ്സായാൽ മാത്രമേ ഒരാൾക്ക് ഇന്ത്യയിൽ ഒരു ഇൻഷുറൻസ് ഏജൻ്റായിട്ട്, അത് പബ്ലിക് കമ്പനിയുടെ ആണെങ്കിലും പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും ഒരു ഇൻഷുറൻസ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ IRDAയുടെ ഒരു കോഴ്സ് ചെയ്തിട്ട് അവർ ആ കണ്ടക്ട് ചെയ്യുന്ന എക്സാം പാസ്സാകണം. എങ്കിൽ മാത്രമേ നമുക്കെന്താ ഒരു രജിസ്ട്രേഷൻ കിട്ടുകയുള്ളൂ. സ്പെസിഫൈങ് ദി കോഡ് ഓഫ് കോണ്ടക്ട് ഫോർ സർവേയേഴ്സ് ആൻഡ് ലോസ് അസസേഴ്സ്, സർവേയേഴ്സ് ആൻഡ് ലോസ് അസസേഴ്സ് നമുക്കൊരു കോഡ് ഓഫ് കോണ്ടക്ട് സ്പെസിഫൈ ചെയ്യുക. പ്രൊമോട്ടിംഗ് എഫിഷ്യൻസി ഇൻ ദി കോണ്ടക്ട് ഓഫ് ഇൻഷുറൻസ് ബിസിനസ്, ഇൻഷുറൻസ് ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി പ്രൊമോട്ട് ചെയ്യുക. ദെൻ ഇൻസ്പെക്ടിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഇൻഷുറേഴ്സ്, ഇൻ്റർമീഡിയറീസ് ആൻഡ് അതർ ഓർഗനൈസേഷൻസ് കണക്റ്റഡ് വിത്ത് ഇൻഷുറൻസ് ബിസിനസ്, ലെവിയിങ് ഫീസ് ആൻഡ് അതർ ചാർജസ്. ഇങ്ങനെ കുറേയേറെ ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്, ഡ്യൂട്ടീസൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം പ്രധാനപ്പെട്ടത് മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി. ദെൻ റെഗുലേറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ബൈ ഇൻഷുറൻസ് കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനികൾക്ക് അവരുടെ ഫണ്ട് ഏതൊക്കെ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അത് IRDA ആണ് അതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. ദെൻ റെഗുലേറ്ററി മെയിൻ്റനൻസ് ഓഫ് സോൾവൻസി മാർജിൻ, സോൾവൻസി മാർജിൻ്റെ റെഗുലേഷൻ. സോൾവൻസി മാർജിൻ എന്താ? സോൾവൻസി മാർജിൻ മീൻസ് ദി എമൗണ്ട് ബൈ വിച്ച് the assets of an insurance company at fair value exceeds its liabilities and other commitments. സോൾവൻസി എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ അസറ്റും ലയബിലിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അസറ്റ് വാല്യൂ ലയബിലിറ്റിയേക്കായാലും എത്ര ശതമാനം അല്ലെങ്കിൽ എത്രമാത്രം കൂടുതലായിരിക്കണം സോൾവൻസി മാർജിൻ, അല്ലെങ്കിൽ അസറ്റും ലയബിലിറ്റിയുമായിട്ടുള്ള റേഷ്യോ എന്തായിരിക്കണം. ഈ സോൾവൻസി മാർജിൻ തീരുമാനിക്കുന്നത് IRDAയുടെ പ്രധാനപ്പെട്ട ഒരു പവറാണ്. ദെൻ അഡ്ജുഡിക്കേഷൻ ഓഫ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇൻഷുറേഴ്സ് ആൻഡ് ഇൻഷുറൻസ് ഇൻ്റർമീഡിയറീസ്. ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനികളും ഇൻഷുറൻസ് ഇൻ്റർമീഡിയറീസുമായിട്ട് എന്തെങ്കിലും തർക്കങ്ങളുണ്ടായാൽ അത് അഡ്ജുഡിക്കേറ്റ് ചെയ്യുക, ഫൈനൽ തീരുമാനം പറയുക. സൂപ്പർവൈസിങ് ദി ഫങ്ഷൻസ് ഓഫ് ദി താരിഫ് അഡ്വൈസറി കമ്മിറ്റി, ഈ താരിഫ് അഡ്വൈസറി കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ സൂപ്പർവൈസ് ചെയ്യുക. അപ്പോൾ എന്താ അതിൻ്റെ അകത്ത് ഈ പ്രീമിയം റേറ്റും മറ്റ് കാര്യങ്ങളുമൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടി ഉള്ള അത് എല്ലാ സെക്ടറിലും, ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിലും മറൈൻ ഇൻഷുറൻസ് ആണെങ്കിലും ഫയർ ഇൻഷുറൻസ് ആണെങ്കിലും അതിൻ്റെ ആ പ്രീമിയം റേറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും എല്ലാം തീരുമാനിക്കുകയും അതിനുവേണ്ട ഡിസ്കഷൻസും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കുകയും ചെയ്യുന്നതാണ് സൂപ്പർവൈസിങ് ദി ഫങ്ഷനിങ് ഓഫ് താരിഫ് അഡ്വൈസറി കമ്മിറ്റി. Then specifying the percentage of life insurance business and general insurance business to be undertaken by insurers in rural and social sector. റൂറൽ ആൻഡ് സോഷ്യൽ സെക്ടറിൽ, ഗ്രാമപ്രദേശങ്ങളിൽ സോഷ്യലി വീക്കറായിട്ടുള്ള മാർജിനലൈസ് ജനവിഭാഗങ്ങളുടെ ഇടയ്ക്ക് എത്രമാത്രം ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സും ജനറൽ ഇൻഷുറൻസ് ബിസിനസ്സും ഇൻഷുറൻസ് കമ്പനികൾ ചെയ്തിരിക്കണം മാൻഡേറ്ററി ആയിട്ട്. ഇതെല്ലാം പ്രധാനമായിട്ടും എന്താണ് IRDAയുടെ റൈറ്റ്സ് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സാണ്. ഇപ്പോൾ ഈ റൈറ്റ്സ് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സൊക്കെ ചിലപ്പോൾ നമുക്കെന്താ ഒരു 6 മാർക്കിനൊക്കെ വേണമെങ്കിൽ ചോദിച്ചു എന്ന് വരാം. 6 മാർക്കിന് ഇപ്പം നിങ്ങളുടെ ആ ഒരു എക്സാമിനേഷൻ പാറ്റേൺ മാറുന്നതോടുകൂടി ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന സെക്ഷനിൽ വരുന്ന എത്രയാണ് 12 ക്വസ്റ്റ്യൻ ആയിരിക്കും. 12-ൽ 6 എണ്ണത്തിന് ആൻസർ കൊടുക്കുക. നമുക്ക് 6 എണ്ണത്തിന് ആൻസർ കൊടുക്കും. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വെച്ച് അപ്പം 6 × 3 18 മാർക്സാണ്. ദെൻ സെക്കൻഡ് വന്ന് കഴിയുമ്പോഴേക്കും എത്ര നമുക്ക് 9 ഔട്ട് ഓഫ് 9 റൈറ്റ് ഓൺലി 4. 9 ക്വസ്റ്റിനിൽ നിന്നായിരിക്കും നമുക്ക് എന്ത് വരുന്നത് 4 ക്വസ്റ്റ്യൻ എഴുതാനായിട്ട്. ഇനി ഓരോ 4 ക്വസ്റ്റ്യൻ നമുക്ക് 8 മാർക്ക് വീതം കിട്ടും. അപ്പം 4 × 8 32. സോ 32 + 18 എത്രയായി 50. ഇനി
സി സെക്ഷനിൽ നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻസ് കിട്ടും. ഈ 4 ക്വസ്റ്റ്യൻസിൽ യു ക്യാൻ ഐദർ റൈറ്റ് 2 ആൻസേഴ്സ് ഓർ 3 ആൻസേഴ്സ്. If you write 2 answers, then it will be valued 2 into 15, 30. If you write 3 answers, it will be valued 3 into 10, 30. ആ രീതിയിൽ നിങ്ങൾക്ക് 80 മാർക്സാണ് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന ERDയുടെ ഓബ്ജക്റ്റീവ്സും പവേഴ്സും റൈറ്റ്സും ഡ്യൂട്ടീസും ഒക്കെ നിങ്ങൾക്ക് 8 മാർക്കിൻ്റെ സെക്ഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഒരു 1-2 പേജ് എഴുതാവുന്ന രീതിയിൽ ആ കാര്യങ്ങൾ ഓർത്തിരിക്കണം. ദെൻ നെക്സ്റ്റ്, ബാങ്ക് അഷുറൻസ്. ഇപ്പം ബാങ്ക് അഷുറൻസ് എന്ന് പറഞ്ഞാൽ അത് പുതിയതായ ഒരു പരിപാടിയാണ് ബാങ്കിങ് സെക്ടറിൽ. ഇപ്പം ബാങ്കുകൾ ഇൻഷുറൻസ് സെക്ടറിലേക്ക് കടന്നു വന്നിരിക്കുന്നതാണ് ഈ ബാങ്ക് അഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ബാങ്ക് അഷുറൻസ് മീൻസ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റ് ത്രൂ ബാങ്ക്സ്. ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ ബാങ്ക് മുഖാന്തരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു അറേഞ്ച്മെൻറ്റാണ് ബാങ്ക് അഷുറൻസ്. ഇപ്പം ബാങ്ക് അഷുറൻസ് ഈസ് എ പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ആൻഡ് എ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്ക് എന്താ, ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയും ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പ് അറേഞ്ച്മെൻറ്റാണ് ഫോർ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈഫ് ഇൻഷുറൻസ് പ്രോഡക്ട്സ്. ബാങ്ക് അഷുറൻസിൽ നമ്മൾ അത്ര ഓർത്തിരുന്നാൽ മതി. കാരണം ഇൻഷുറൻസ് കമ്പനികൾക്ക് ബാങ്കുകളുടെ ആ വൈഡ് നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് ആൻഡ് കസ്റ്റമർ ബേസ് ദാറ്റ് ക്യാൻ ബി യൂസ് ഫോർ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇറ്റ് പ്രോഡക്ട്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് കമ്പനികൾ ബാങ്കുകളുമായിട്ട് കൊളാബറേഷനിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബാങ്കുകൾക്ക് ഈ സ്ട്രോങ് നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് ആണ്. ഈ ബാങ്കുകളുടെ സ്ട്രോങ് നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് ആണ് ഇൻഷുറൻസ് കമ്പനികളെ ബാങ്കുകളുമായിട്ട് കൊളാബറേഷനിൽ എത്തിച്ചേരാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. നമ്മൾ ആ പ്രധാനപ്പെട്ട ഒരു ബാങ്ക് ആഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബിർള സൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്, അത് ബാങ്ക് ഓഫ് രാജസ്ഥാൻ, ആന്ധ്ര ബാങ്ക്, കാത്തലിക് സിറിയൻ ബാങ്ക്. അപ്പം ഇവരെല്ലാം ബിർള സൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൻ്റെ പ്രോഡക്റ്റുകൾ മാർക്കറ്റിങ്ങിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് ബാങ്ക് ആഷൻസ് സെക്ടറിൽ വരുന്നതാണ് ബിർള സൺ ലൈഫ്. ദെൻ അഗെയിൻ HDFC സ്റ്റാൻഡേർഡ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇപ്പോൾ HDFCയുടെ ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ യൂണിയൻ ബാങ്ക് മാർക്കറ്റ് ചെയ്യുന്നു. SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഇൻഷുറൻസ് വിങ് ആയിട്ടാണ് SBI ലൈഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റ്. ഇതെല്ലാം ബാങ്ക് ആഷൻസിൽ വരുന്നതാണ്. ഇപ്പം ബാങ്ക് ആഷൻസിന് ചില ബെനഫിറ്റ്സുകളൊക്കെ ഉണ്ട്. അത് പ്രധാനമായിട്ടും ബാങ്കുകളുടെ ബെനിഫിറ്റ്സ് നമ്മൾ നോക്കിയാൽ പ്രധാനപ്പെട്ട ഫസ്റ്റ് വൺ, ഏൺ ആൻ അഡീഷണൽ ആൻഡ് മോർ സ്റ്റേബിൾ സ്ട്രീം ഓഫ് ഇൻകം ഇൻ ദി ഫോം ഓഫ് ഫീസ് ആൻഡ് കമ്മീഷൻ ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ ടു ഇൻഷുറൻസ്. ഇപ്പോൾ ബാങ്കുകളുടെ ഒരു സ്റ്റഡി ആൻഡ് അഡീഷണൽ ഇൻകം എൻഷുർ ചെയ്യുക. ഈ ഇൻഷുറൻസ് പ്രോഡക്റ്റുകളുടെ ഡിസ്ട്രിബ്യൂഷനിലൂടെ ബാങ്കുകളുടെ ഇൻകം കൂടുതൽ ഉറപ്പിക്കാനും അത് വർദ്ധിപ്പിക്കാനും സഹായകമാകുന്നു. ദെൻ ഇറ്റ് ഹെൽപ്സ് ബാങ്ക്സ് ടു ബിക്കം ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റ്സ് വെയർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ സേർവ് ഓൾ ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ഇറ്റ് കസ്റ്റമേഴ്സ്. ബാങ്ക് ആഷൻസ് നിലവിൽ വന്നതോടുകൂടി ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റുകളായിട്ട് ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. അവരുടെ കസ്റ്റമേഴ്സിൻ്റെ എല്ലാ ഫിനാൻഷ്യൽ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് ബാങ്കുകൾക്ക് കഴിയുന്നതാണ്. ഇപ്പം ബാങ്ക് ആഷൻസ് ഹെൽപ്സ് ബാങ്ക്സ് ടു ആക്ട് ആസ് ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റ്സ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഫോർ ദി ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഓവറോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാനായിട്ട്, ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ദെൻ ഇൻക്രീസ് റിട്ടേൺ ഓഫ് അസറ്റ് ബൈ ഏണിംഗ് ഫ്രീ ഇൻകം ത്രൂ സെയിൽ ഓഫ് ഇൻഷുറൻസ് പ്രോഡക്ട്സ്. ബാങ്കുകളുടെ ഇൻകം വർദ്ധിപ്പിക്കുന്നു ഈ പ്രോഡക്റ്റിൻ്റെ വിൽപ്പനയിൽ ഫീയും കമ്മീഷനും ഒക്കെ ആയിട്ട്. ഇപ്പം കസ്റ്റമേഴ്സിൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് അനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ റെക്കമെൻഡ് ചെയ്യാനായിട്ട് ബാങ്കുകളെ ബാങ്ക് ആഷൻസ് അറേഞ്ച്മെൻറ്റ് സഹായിക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? നമ്മളിതുവരെ ബാങ്കുകളുടെ പ്രയോജനമാണ്, അവർക്ക് സ്റ്റഡി ഇൻകം ഉണ്ടാകും, വരുമാനം കൂട്ടും, കസ്റ്റമേഴ്സിന് അവർക്ക് ആവശ്യമായ പ്രോഡക്റ്റുകൾ കൊടുക്കാൻ സാധിക്കും, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എൻഷുർ ചെയ്യാം. ഇങ്ങനെ കുറേ ബെനിഫിറ്റുകൾ ബാങ്കുകൾക്കുണ്ട്. ഇനി ബാങ്ക് ആഷൻസിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്താണ്? ഇൻഷുറൻസ് കമ്പനികൾക്ക്, ഇൻഷുറേഴ്സിന് ഇറ്റ് ഹെൽപ്സ് ഇൻഷുറേഴ്സ് ടു മേക്ക് യൂസ് ഓഫ് ദി ഹ്യൂജ് കസ്റ്റമർ ബേസ് ഓഫ് ബാങ്ക്സ് which otherwise is not possible for insurers if both of them work independently. അപ്പം ഇൻഷുറൻസ് കമ്പനികളെ ബാങ്കുകളുടെ ഹ്യൂജായിട്ടുള്ള വളരെ വിപുലമായ കസ്റ്റമർ ബേസ് ഇൻഷുറൻസ് കമ്പനികളുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ സഹായിക്കുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് ഇൻഷുറൻസ് കമ്പനികൾക്ക്.
ഇനി ഇത് രണ്ടും രണ്ടായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ബാങ്കുകളുടെ ആ വലിയ കസ്റ്റമർ ബേസ് ഇൻഷുറൻസ് പ്രോഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി വിനിയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾക്ക് അവിടെ പ്രോഡക്റ്റിൻ്റെ മാക്സിമം മാർക്കറ്റിങ്ങിന് ബാങ്കുകളുമായിട്ടുള്ള കൊളാബറേഷൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ദെൻ റെഡ്യൂസ് ദെയർ ഡിപ്പെൻഡൻസ് ഓൺ ട്രഡീഷണൽ ഇൻഷുറൻസ് ഏജൻറ്റ്സ്. ഇപ്പം ബാങ്ക് ആക്ഷൻസ് വന്നതോടുകൂടി ഇൻഷുറൻസ് കമ്പനികൾക്ക് അവിടെ ഇൻഷുറൻസ് ഏജൻറ്റുകളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതെ ബാങ്കുകൾക്ക് ആ പ്രോഡക്റ്റുകൾ കൈമാറാൻ സാധിക്കുന്നു. സോ ഡിപ്പെൻഡൻസ് ഓൺ ദി ട്രഡീഷണൽ ഇൻഷുറൻസ് ഏജൻറ്റ്സ് ക്യാൻ ബി റെഡ്യൂസ്. അപ്പോൾ ഇൻഷുറൻസ് ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ പരിപാടി ഇൻഷുറൻസ് കമ്പനികൾ പരമാവധി കുറച്ചു കൊണ്ടുവരുന്നു. ദെൻ ദി പെനിട്രേഷൻ ഓഫ് ബാങ്ക് ബ്രാഞ്ചസ് ഇൻ റൂറൽ ഏരിയാസ്. ഇപ്പം ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ റൂറൽ ഏരിയയിലെല്ലാം ഉള്ളതുകൊണ്ട് പെനിട്രേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് റൂറൽ ഏരിയയിൽ അല്ലെങ്കിൽ റൂറൽ പോപ്പുലേഷൻ്റെ ഇടയ്ക്ക് ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ കൂടുതലായിട്ട് മാർക്കറ്റ് ചെയ്യാൻ സഹായകമാണ്. അപ്പോൾ റൂറൽ സെക്ടറിൻ്റെ സേവിങ്സും കൂടെ ഇൻഷുറൻസ് സെക്ടറിലേക്ക് കൊണ്ടുവരാനായിട്ട് ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളുമായിട്ടുള്ള കൊളാബറേഷൻ അല്ലെങ്കിൽ ബാങ്ക് ആക്ഷൻസ് ഹെൽപ്ഫുള്ളാണ്. ദെൻ ബാങ്ക്സ് ഹാവ് ദി ഡേറ്റാബേസ് റിഗാർഡിംഗ് ദി ഫിനാൻഷ്യൽ കണ്ടീഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ്സ് ഓഫ് ദിയർ കസ്റ്റമേഴ്സ്. ബാങ്കുകളുടെ കൈവശം എന്താ? അവിടെ കസ്റ്റമേഴ്സിൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷനും ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് വിനിയോഗിച്ചിട്ട് കസ്റ്റമേഴ്സിന് ആവശ്യമായ പ്രോഡക്റ്റുകൾ റെക്കമെൻഡ് ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനും ഇൻഷുറൻസ് കമ്പനികളെ സഹായിക്കുന്നു. Then banks maintain personal contact with customers and therefore banks have an upper hand in selling insurance product. ബാങ്കുകൾക്ക് അവിടെ കസ്റ്റമേഴ്സുമായിട്ടൊരു പേഴ്സണൽ കോണ്ടാക്റ്റ് എപ്പോഴും ഉള്ളതുകൊണ്ട് ബാങ്കുകളുമായിട്ട് ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനി ഒരു കൊളാബറേഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പ്രോഡക്റ്റുകൾ എളുപ്പത്തിൽ വിറ്റഴിക്കാൻ ബാങ്കുകൾക്ക് സാധിക്കും. ഇതെല്ലാം എന്താണ്? ബാങ്ക് ആഷുറൻസ് അല്ലെങ്കിൽ ബാങ്ക്സുമായിട്ട് ഇൻഷുറൻസ് കമ്പനികൾ കൊളാബറേഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനികൾക്കുള്ള പ്രധാനപ്പെട്ട ബെനിഫിറ്റുകളാണ്. ദെൻ അഡ്വാൻറ്റേജ് ടു കസ്റ്റമേഴ്സിന്. ഇതുകൊണ്ട് കസ്റ്റമേഴ്സിന് എന്താ അഡ്വാൻറ്റേജ് ഉള്ളത്? കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ലോവർ ദി പ്രീമിയം റേറ്റ്സ്. ഇപ്പം ബാങ്കുകൾ എന്താണ്, പ്രീമിയം റേറ്റ് വളരെ കുറവാണ്. അപ്പം ബാങ്കുകളുമായിട്ടൊരു കൊളാബറേഷനിൽ ഏർപ്പെടുന്നതോടുകൂടി ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റൊക്കെ കുറച്ച് വരികയും അതിൻ്റെ പ്രീമിയം റേറ്റ്, സോ ബാങ്ക് ആഷൻസ് എൻഷുവേഴ്സ് ദി ലോവസ്റ്റ് പ്രീമിയം റേറ്റ്സ് ഫോർ ദി കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് കുറഞ്ഞ പ്രീമിയം റേറ്റിൽ പ്രോഡക്റ്റുകൾ എടുക്കാൻ സാധിക്കുന്നു. ദെൻ കസ്റ്റമേഴ്സ് ഗെറ്റ് ബോത്ത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സർവീസ് അണ്ടർ വൺ റൂഫ്. കസ്റ്റമേഴ്സിന് ബാങ്കിങ്ങും ഇൻഷുറൻസ് പരിപാടികളും അല്ലെങ്കിൽ ഇൻഷുറൻസും ഒരൊറ്റ റൂഫിൻ്റെ കീഴിൽ നമ്മൾ എല്ലാം കൂടെ ഒരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിങ്ങും ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ എവറി സെറ്റിൽമെൻറ്റ് ക്ലെയിംസ്. അപ്പം ക്ലെയിം സെറ്റിൽമെൻറ്റ് സ്പീഡിയാക്കാനായിട്ട് സഹായകമാണ്. ഇപ്പം ബാങ്കുകളുടെ ആകുമ്പോൾ എന്താ, ബാങ്ക് ആക്ഷൻസ് എടുത്തിരിക്കുമ്പോൾ ക്ലെയിം സെറ്റിൽമെൻറ്റ്, സ്പീഡി സെറ്റിൽമെൻറ്റ് ഓഫ് ക്ലെയിംസ്. ദെൻ അഗെയിൻ അവൈലബിലിറ്റി ഓഫ് കസ്റ്റമൈസ്ഡ് ഇൻഷുറൻസ് പ്രോഡക്ട്സ് ആസ് പെർ ദി നീഡ്സ്. കസ്റ്റമൈസ്, ഓരോ കസ്റ്റമറിനും അവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷന് ആവശ്യമായ പ്രോഡക്റ്റുകൾ ഓരോ കസ്റ്റമറിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ റെക്കമെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ അത് വിൽക്കാനുമൊക്കെ ബാങ്കുകൾക്ക് സാധിക്കും. അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ വാങ്ങാൻ കസ്റ്റമേഴ്സിന് സാധിക്കുന്നു. ഇത് അഡ്വാൻറ്റേജ് ടു കസ്റ്റമേഴ്സാണ്. നമുക്ക് ബാങ്ക് ആക്ഷൻസിൻ്റെ പ്രധാനപ്പെട്ട മോഡൽസ്, ഇപ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനികളും ബാങ്ക് കമ്പനികളുമായിട്ടുള്ള കൊളാബറേഷൻ, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് മോഡൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പ്യുവർ ഡിസ്ട്രിബ്യൂട്ടർ. ഇവിടെ എന്താ, ഇൻഷുറൻസ് കമ്പനികളുടെ പ്യുവർ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. അപ്പം ഹിയർ ബാങ്ക്സ് ആക്ട് ആസ് ആൻ ഇൻ്റർമീഡിയറി ഇൻ സെല്ലിംഗ് ദി പ്രോഡക്ട്സ് ഓഫ് ദി ഇൻഷുറൻസ് കമ്പനീസ്. ദേ ആർ ആക്ടിങ് ആസ് പ്യുവർ ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ട് മാത്രം പ്രവർത്തിക്കുന്നു. ദെൻ സെക്കൻഡ് അറേഞ്ച്മെൻറ്റ് ഈ സ്ട്രാറ്റജിക് അലയൻസ്. ഒരു അലയൻസിൽ ഏർപ്പെടുന്നു. സോ ഇൻ ദിസ് മോഡൽ സെൽ ദി പ്രോഡക്റ്റ് ഓഫ് ഓൺലി വൺ ഇൻഷുറൻസ് കമ്പനി. ഒരു അലയൻസിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരൊറ്റ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോഡക്റ്റുകൾ മാത്രമേ ഒരു ബാങ്ക് വിൽക്കുകയുള്ളൂ. ഇപ്പോൾ എന്താ, ഒരു അലയൻസ് പാർട്ട്ണറായിട്ട് മാറുന്നു. ഈ പ്യുവർ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ഒരു ബാങ്ക് ഒന്നിലധികം ഇൻഷുറൻസ് കമ്പനികളുടെ പ്രോഡക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കാണും. അപ്പം അത് ഒരു അലയൻസ് പാർട്ട്ണറായിട്ട് മാറിക്കഴിയുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ സ്ട്രാറ്റജിക് അലയൻസ് ആയിട്ട് മാറിക്കഴിയുമ്പോൾ ഒരൊറ്റ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോഡക്റ്റ് മാത്രമേ ഒരു ബാങ്ക് വിൽക്കുന്നുള്ളൂ, ഒരു ബാങ്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ദെൻ മൂന്നാമതായിട്ട് നമുക്ക് ജോയിൻറ്റ് വെഞ്ചർ. ജോയിൻറ്റ് വെഞ്ചർ എന്താണ്, ഒരു ഇൻഷുറൻസ് കമ്പനിയും ഒരു ബാങ്ക് കൂടെ ഒരു പുതിയതായിട്ടൊരു വെഞ്ചർ ആരംഭിക്കുന്നു. So in this model, a bank and an insurance establish a jointly owned insurance company. അപ്പം
ഒരു ജോയിൻ്റ്ലി ഓൺഡ് ഒരു ബാങ്കും ഒരു ഇൻഷുറൻസ് കമ്പനിയും കൂടെ കൂടി ഒരു പുതിയൊരു ഇൻഷുറൻസ് കമ്പനിയോ അല്ലെങ്കിൽ ഒരു പുതിയൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയോ ആരംഭിക്കുന്നു. ഇപ്പോൾ ഒരു പുതിയ എൻറ്റിറ്റിയാണ്. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ വന്നു കഴിയുമ്പോൾ എന്താണ്, ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു ബാങ്കുടെ കൂടി ഒരു പുതിയ എൻറ്റിറ്റി സ്ഥാപിക്കുന്നു. ഇറ്റ് ക്യാൻ ബി ഐദർ ഫോർ ദി സെല്ലിംഗ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ ഫോർ ഫോമിങ് എ ന്യൂ ഇൻഷുറൻസ് കമ്പനി. ദെൻ ഫിനാൻഷ്യൽ ഹോൾഡിംഗ് കമ്പനി, ഇതാണ് നാലാമത്തെ ഒരു അറേഞ്ച്മെൻറ്റ്. ഇൻ ദിസ് മോഡൽ എ ഹോൾഡിംഗ് കമ്പനി ഓൺസ് ബോത്ത് ആൻ ഇൻഷുർ ആൻഡ് എ ബാങ്ക്. ഒരു ഹോൾഡിംഗ് കമ്പനി ഫോം ചെയ്യുന്നു. ആ കമ്പനി ഒരു ഇൻഷുറൻസ് കമ്പനിയെയും അല്ലെങ്കിൽ ഒരു ഇൻഷുററെയും ഒരു ബാങ്കിനെയും ഓൺ ചെയ്യുന്നു.